വിദ്യാഭ്യാസം പകരുന്നതിന് വേണ്ടി ഒരു പുതിയ ചാനൽ ആരംഭിക്കുകയാണ്. അതിന് ഞാൻ നൽകിയ പേരാണ് കിടപ്പറം. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും ഇനി വിവാഹിതരാകാൻ പോകുന്നവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും ഇത്. ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും അധികം വില കൽപ്പിക്കുന്നത് സംതൃപ്തമായ കുടുംബജീവിതത്തിനാണ്. ശാന്തിയും സമാധാനവും കളിയാടുന്ന കുടുംബ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴാണ് അവൻ്റെ മോഹങ്ങൾ പൂവണിയുന്നതും ദാമ്പത്യ ജീവിതം ചൈതന്യവത്താകുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ്? ഇവിടെ എല്ലാ കുടുംബങ്ങളും സന്തുഷ്ടവും സംതൃപ്തവുമാണോ? എല്ലാവരുടെയും ദാമ്പത്യ ജീവിതം ആനന്ദപ്രദമാണോ? അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വിഷയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അന്വേഷിക്കുമ്പോഴാണ് മിക്ക കുടുംബങ്ങളും സംഘർഷവും അസ്വസ്ഥതയും നിറഞ്ഞു നിൽക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യ ജീവിതത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതും നിർണ്ണയിക്കുന്നതും സെക്സാണ്. ലൈംഗിക സുഖത്തിനു വേണ്ടി മനുഷ്യൻ കെട്ടാതെ വേഷങ്ങളില്ല. സ്ത്രീയെ സ്വന്തമാക്കാൻ പല നിയമങ്ങളും അവൻ എഴുതി ചേർത്തു. പണം കൊടുത്ത് പ്രലോഭിച്ചും സ്ത്രീയെ തൻ്റെ കാമപൂരണത്തിന് ഉപയോഗിക്കുമ്പോൾ ഇണയുടെ മാനസിക ഐക്യമോ ലൈംഗിക സംതൃപ്തിയോ അവൻ പ്രശ്നമാക്കുന്നില്ല. തികച്ചും പ്രാകൃതമായ ലൈംഗിക ആക്രമണത്തിന് വേണ്ടി അവൻ പല വേഷങ്ങളും കെട്ടു. നമ്മുടെ ഇടയിൽ മിക്ക ദമ്പതികളുടെയും ലൈംഗിക ജീവിതം വിരസവും വിഷാദഭരിതവുമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ പോരായ്മകൾ മനസ്സിലാക്കി അവ തുറന്ന് ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഇണകളുടെ ലൈംഗിക ബന്ധം അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ആനന്ദ മൂർച്ചയിലേക്ക്, അതായത് ലൈംഗിക സുഖത്തിലേക്ക് നയിക്കുന്നില്ല എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 80% ദമ്പതികളിലും ലൈംഗികപേക്ഷ വെറും ഒരു ചടങ്ങ് മാത്രമായി തീർന്നിരിക്കുകയാണെന്നാണ് ഗവേഷണങ്ങളും വ്യക്തമാക്കുന്നത്. ലൈംഗിക വിഷയത്തിൽ ദമ്പതികൾക്കുള്ള അജ്ഞതയും അവഗണനയുമാണ് ഇതിന് പ്രധാന കാരണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. സെക്സിനെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും പാപമാണെന്ന് വിശ്വസിച്ചു പോകുന്ന സമൂഹമായിരുന്നു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ കാലത്താണ് ഞാൻ ലൈംഗിക വിഷയത്തെ കേന്ദ്രമാക്കി ഒരു മാസിക പ്രസിദ്ധീകരിച്ചത്. 1973 ഈഗോ എന്ന പേരിൽ ഒരു ലൈംഗിക മനഃശാസ്ത്ര മാസിക പുറത്തിറക്കിയത്. മാസിക ചൂടപ്പം പോലെ വിറ്റു. വായനക്കാരിൽ നിന്ന് സെക്സിനെ കുറിച്ചുള്ള സംശയങ്ങളുമായുള്ള കത്തുകൾ ഓഫീസിലേക്ക് വരാൻ തുടങ്ങി. അതിനുള്ള ഉത്തരങ്ങൾ മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചു. ഈ കത്തുകളിൽ നിന്നും സെക്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ഇവിടെ ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനുശേഷം ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതി തുടങ്ങി. സെക്സ് എക്സസൈസ്, ആധുനിക ലൈംഗിക ശാസ്ത്രം, സ്ത്രീ പുരുഷ ജനനേന്ദ്രിയങ്ങൾ, അവയുടെ പ്രവർത്തനങ്ങളും, പ്രാക്ടിക്കൽ സെക്സ്, സെക്സ് എക്സ്പീരിയൻസ്, സംതൃപ്ത ദാമ്പത്യത്തിന് ഒരു ഫോർമുല, പുരുഷൻ്റെ ലൈംഗിക ബലഹീനത എങ്ങനെ പരിഹരിക്കാം, ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ മരുന്നുകളും മറ്റു മാർഗങ്ങളും എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ 50 വർഷങ്ങളായി ലൈംഗിക വിഷയത്തിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും നേടിയ അറിവിൻ്റെ പിൻബലത്തിലാണ് സെക്സ് സംശയവും മറുപടിയും എന്ന ഈ പരമ്പരയ്ക്ക് ആരംഭം കുറിക്കുന്നത്.